ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ഒരു ദിവസമാണ്. ക്രിസ്തുമസ് ദിവസം. ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികളല്ലാത്തവർക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും നിരീശ്വരവാദികൾക്കും, ദൈവമുള്ളവർക്കും ഇല്ലാത്തവർക്കും, ഏത് ജാതിയിലും മതത്തിലും പെട്ടവരായിരുന്നാലും ശരി, അവർക്കെല്ലാവർക്കും ഈ ഒരു ദിവസത്തെ പരിചയമുണ്ട്. അവരുടേതായ നിലയിൽ അവർ അതിനെ ബഹുമാനിക്കുന്നു. അത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇന്നത്തെ ദിവസം അവധി ദിവസവും കൂടെയാണ്. അങ്ങനെയെല്ലാം ലോകം ബഹുമാനിക്കുന്ന ഒരു മാന്യമായ ദിവസമാണ് ക്രിസ്മസ്. എന്നാൽ ഈ ക്രിസ്തുമസ് എന്ന ഒരു ആചാരത്തെ, അനുഷ്ഠാനത്തെ, വിശ്വാസത്തെ, അതിനെ എതിർക്കുകയോ വിമർശിക്കുവാനോ അല്ല ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ ക്രിസ്തുമസ് എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു, അതാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. അതിനാധാരമായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നതായ വചനം അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിലെ സംഭവമാണ്. നോക്കൂ, കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശഹാധിപൻ ഉണ്ടായിരുന്നു എന്ന് ആ അധ്യായം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രൊഫൈൽ, അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് അവിടെ എടുത്തു പറയുന്നു. 2-ാം വാക്യം, അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഈ ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്ന് പറയുന്നതായ ആ വ്യക്തിത്വം, അല്ലെങ്കിൽ ആ പ്രഭാവം, നാം ഇന്ത്യക്കാരനാണെങ്കിൽ അദ്ദേഹം ഇന്ത്യക്കാരനല്ല, ചൈനക്കാരനല്ല, അമേരിക്കക്കാരനല്ല, യൂറോപ്യൻകാരനല്ല. അദ്ദേഹം തികച്ചും ഒരു യഹൂദനായിരുന്നു എന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. യഹൂദ വംശത്തിൽ പിറന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനിലെ ദൈവിക പ്രഭാവം, അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനിന്മേൽ ശരണപ്പെട്ട് അവനെ ഉപയോഗിച്ച വിധം നാം മനസ്സിലാക്കിയപ്പോൾ അത് കേവലം മനുഷ്യത്വമായിരുന്നില്ല, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന ഒരു ദൈവിക പ്രതീകമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആളത്വമായിരുന്നു എന്ന് നമുക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ യഹൂദനായ വ്യക്തിത്വത്തെ, അല്ലെങ്കിൽ ആ ദൈവികത്വത്തെ നമ്മുടെ ഭവനത്തിൽ എങ്ങനെ കൊണ്ടുവന്നു? ആരാണ് നമ്മളോട് എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കമിടുമ്പോൾ നമ്മളിൽ കോറിയിട്ടതായ ചില ചെറിയ അറിവുകൾ കാണും. ആ അറിവാണ് നമ്മളിൽ കൂടെ വളർന്ന് പൊങ്ങി ഇന്ന് നാം ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനപ്പെടും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചിന്തയ്ക്കായി ആധാരമാക്കി തന്നിട്ടുള്ള വചനം അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു മനുഷ്യനെ അവിടെ എടുത്തു കാണിക്കുകയാണ്. കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. 100 പേർക്ക് അധിപനാണ്. അതായത് 100 പട്ടാളക്കാരുടെ അധിപൻ, ഓൾമോസ്റ്റ് ലൈക്ക് കമാൻഡർ. അദ്ദേഹം ഇത്താലിക പട്ടണത്തിൽ ശതാധിപനാണ്, അല്ലെങ്കിൽ ഒരു കമാൻഡർ ഓഫീസറാണ്. പക്ഷെങ്കിൽ അദ്ദേഹം ഇറ്റാലിയൻ, അല്ലെങ്കിൽ റോമ പട്ടാളത്തിൽപ്പെട്ടതായ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്കിലും അദ്ദേഹത്തിന് ഇസ്രായേലിനെ കുറിച്ചോ, യഹൂദന്മാരെ കുറിച്ചോ, യേശുവിനെ കുറിച്ചോ യഥാർത്ഥമായിട്ടുള്ളതായ ഒരു ദൈവികമായ കാഴ്ചപ്പാടുകളോ അദ്ദേഹത്തിനില്ല. ഈ വചനത്തിൽ നിന്ന്, 2-ാം വാക്യത്തിൽ നിന്ന്, താൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു എന്നുള്ളതായ ഒരു വാക്ക് എടുക്കുമ്പോൾ ഏത് ദൈവത്തോടാണ് താൻ പ്രാർത്ഥിച്ചത്? അവിടെ ഒരു ചോദ്യം വരും. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സന്ദർശിച്ചിരിക്കുകയാണ്. തന്നോട് ദൈവം പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, നീ പെട്ടെന്ന് 2 പേരെ അയച്ച് യോപ്പയിൽ പത്രോസ് എന്ന് പേരുള്ളതായ ഒരു മനുഷ്യൻ, അവൻ യെരുശലേമിൽ നിന്നും ഗലീല പ്രദേശത്ത് നിന്നും അവിടെ വന്നിരിക്കുന്നു,
അവൻ്റെ അടുത്തേക്ക് 2 പേരെ അയച്ച് അവനെ നിന്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവൻ നിന്നോട് പറയും യഥാർത്ഥമായ ദൈവം എന്താണ്, ദൈവത്തിൻ്റെ പ്രതീകം എന്താണ്, ദൈവത്തിൻ്റെ വൈഭവം എന്താണെന്നുള്ളതായ കാര്യം അവൻ നിന്നോട് പറഞ്ഞു തരും. അങ്ങനെ ചെയ്യണം. ഇപ്പോൾ നിന്റെ നീതി പ്രവൃത്തികളും സ്വഭാവത്താൽ നീ സ്വായത്തമാക്കിയിരിക്കുന്ന ആ ധർമ്മം കൊടുക്കുന്ന സ്വഭാവങ്ങളുമൊക്കെ, ആ ഭക്തിയുമൊക്കെ അത് നിന്നെ നല്ലൊരു അന്ത്യത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. അത് നിനക്കൊരു താൽക്കാലികമായ സന്തോഷമേ തരികയുള്ളൂ. എന്നാൽ നിത്യമായ സന്തോഷം നിന്നിൽ സ്വായത്തമാക്കുവാൻ, നിനക്ക് അനുഭവിക്കുവാൻ, നിനക്ക് സ്വന്തമാക്കുവാൻ അദ്ദേഹം ചില കാര്യങ്ങൾ നിന്നോട് പറയും. അതുപോലെ ചെയ്യണം. കൊർന്നല്യോസ് ദൈവഭക്തനാണ്. ദൈവത്തിൻ്റെ ദൂതന് അവൻ നല്ല ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തി. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ വാക്കിനെ അതുപോലെ കൊർന്നല്യോസ് അനുസരിച്ചു. പെട്ടെന്ന് ആളിനെ അയച്ചു. യോപ്പയിലേക്ക് ആളിനെ അയച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ദൂതൻ പറഞ്ഞതുപോലെ തന്നെ പത്രോസിനെ കണ്ടുമുട്ടി. പത്രോസിനെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. പത്രോസ് അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്നെ വിളിച്ചത് എന്തിനാണ്? എന്ത് സാധിക്കാനാണ്? എന്തറിയാനാണ്? നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യണം? കൊർന്നല്യോസ് താൻ കണ്ട ദർശനങ്ങളും ദൈവത്തിൻ്റെ ദൂതൻ കൊർന്നല്യോസിനോട് ഇടപെട്ടതായ വിഷയങ്ങളൊക്കെ പത്രോസിനോട് തുറന്നു പറഞ്ഞതിന് ശേഷം പത്രോസിനോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ ഞങ്ങളോട് എന്തറിയിക്കുന്നുവോ അത് സ്വീകരിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ജാതികളിലേക്ക് ക്രിസ്തുമസ് കടന്നു വരുവാൻ പോകുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ച ഒരു വ്യക്തിയെ എങ്ങനെയാണ് പത്രോസ് തുടക്കമിടേണ്ടത്? തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അവിടെ ക്രിസ്തുമസ് തുടങ്ങണം. ക്രിസ്തുവിനെ അവിടെ ജനിപ്പിച്ചേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാത്തതായ ഒരു മനുഷ്യൻ്റെ ആ ഭവനത്തിൽ ക്രിസ്തു എന്ന ദൈവത്തെ അവിടെ സ്ഥാപിക്കണം. പത്രോസ് അതിന് എവിടെ തുടങ്ങണം? പറയൂ. നമ്മുടെ ബുദ്ധിയിൽ നമ്മളാണെങ്കിൽ, പത്രോസിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തീർച്ചയായിട്ടും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചതായ ആ വിഷയം മുതൽ തുടങ്ങും. ഗബ്രിയേൽ മറിയയോട് പറഞ്ഞ ദൂത് മുതൽ നമ്മൾ ആരംഭിക്കും. പക്ഷെങ്കിൽ പത്രോസോ അവിടെ തുടങ്ങിയില്ല. പത്രോസ് തുടങ്ങിയത് അതേ അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ പത്രോസ് യേശുവിനെ അവരുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, യേശു ജനിച്ചത് ബേത്ലഹേമിലാണ്. അവൻ ദാവീദിൻ്റെ പുത്രനായി അല്ലെങ്കിൽ കന്യകയായ മറിയയിൽ സംജാതനായത് നസ്രേത്തിലാണ്. അങ്ങനെയാണ് നസ്രേത്തിൽ വെച്ച് നടന്ന ജനനം മുതലാണ് അവനോട് പറയേണ്ടതെങ്കിലും പത്രോസ് പറഞ്ഞു തുടങ്ങിയ വാചകം നമ്മളൊന്ന് നോക്കൂ. 38-ാം വാക്യത്തിൽ നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ ആ യേശുവിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കൂ, ദൈവത്തിന് സ്തോത്രം. ജാതികളിലേക്ക് തുടങ്ങുന്നതായ രക്ഷയുടെ ആരംഭത്തിൽ ആ ഭവനത്തിൽ പത്രോസ് സ്ഥാപിച്ച യേശു നസറായനായ യേശുവാണ്. എന്താണ് ഈ നസറായനായ യേശു? നമുക്കറിയാം, ബേത്ലഹേമിൽ നിന്നും 137 കിലോമീറ്റർ ദൂരമുണ്ട് നസറേത്തിന്. അത് ക്രോസ് കയറി വന്നാൽ 57 മൈലാണ്. യഥാർത്ഥമായ റോഡിൽ കൂടെ സഞ്ചരിച്ച് വന്നാൽ ഒരു വണ്ടിയിൽ ഇന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ 137 കിലോമീറ്റർ തരണം ചെയ്യണം. അപ്പോൾ ബേത്ലഹേമിൽ നിന്ന് ഹെരോദാവിനെ ഭയന്ന് മിസ്രൈമിലേക്ക് തൻ്റെ അപ്പനോടുകൂടി പോയ യേശുവും തൻ്റെ അമ്മയപ്പന്മാരും ബേത്ലഹേമിലേക്ക് തിരിച്ചു വന്നില്ല. അവർ കടന്നു വന്നത് നസ്രത്തിലേക്കാണ്. നസ്രത്തിന് പല വിശേഷതകളുണ്ട്. എന്താണ് ആ വിശേഷത എന്നറിയാമോ? തിരുവചനം നമ്മൾ പഠിച്ചു നോക്കിയാൽ നസ്രത്തിലെ വിശേഷത
തിരസ്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരും സമൂഹത്തിൽ യാതൊരു സ്ഥാനവും മാനവും ഇല്ലാത്ത കുറഞ്ഞ ജാതികളും കുറഞ്ഞ പക്ഷക്കാരും കുറഞ്ഞ വരുമാനക്കാരും പട്ടിണിയിലും പ്രയാസങ്ങളിലും കൂടെ കടന്നു പോകുന്ന കൂലിവേലക്കാർ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അടിമകളും, അല്ലെങ്കിൽ യാതൊരു വിധമായ വിദ്യാഭ്യാസമോ തക്കതായ യോഗ്യതകളോ ഉന്നത പദവികളോ ഒന്നും വഹിക്കാതെ എല്ലായ്പ്പോഴും ടാക്സ് പിരിവുകാരുടെ ആ ദണ്ഡനമേറ്റ് ഉപദ്രവമേറ്റ് ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ കർശനമായ പാതയിൽ കൂടെ പോയി ഹെരോദാവിൻ്റെ സ്വാർത്ഥതയേറിയ ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ പാർക്കുന്ന സ്ഥലമായിരുന്നു നസറേത്ത്. അതാണ് നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? നന്മയുള്ളവൻ ഒരുത്തനും അവിടെ ഇല്ല. നന്മ ചെയ്യാൻ അറിയാവുന്നവരാരും നസറേത്തിൽ ഇല്ലാത്ത ഒരു ദേശം. ദൈവത്തിന് സ്തോത്രം. അവിടേക്കാണ് യേശു വന്നത്. താഴ്ത്തപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും പാർക്കുന്ന ദേശക്കാരനായി അറിയുവാൻ യേശു ആഗ്രഹിച്ചു. അവനെ നസ്രായൻ എന്ന് വിളിച്ചു. ഇങ്ങനെ ലോകത്തിൽ യാതൊരു വിലയും മാനവും ഗണ്യവും ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ വളർന്ന അവിടുത്തെ പൗരത്വം എടുത്തതുപോലെ അവിടുത്തുകാരനായി അറിയപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വത്തെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ അപ്പോസ്തലനായ പത്രോസ് ദൈവശക്തി കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നിറച്ച് രോഗികളെ സൗഖ്യമാക്കുന്നവനും പിശാചുക്കളിന്മേൽ അധികാരമുള്ളവനുമായ ഒരു അത്ഭുത മന്ത്രിയായി നസ്രായനെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. യെസ്, ദൈവത്തിന് സ്തോത്രം. ആ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്നാണ് നാം എല്ലാവരും ജനിച്ചു വളർന്നത് ക്രിസ്തീയത്വത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത് ബെത്ലഹേമിൽ ജനിച്ച യേശു അല്ല, നസ്രായനായ യേശുവാണ്. അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ ഇടയിൽ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. അങ്ങനെ ഞാൻ ജഡപ്രകാരം അറിഞ്ഞിരുന്നുവെങ്കിൽ ക്രിസ്തു എവിടെ ജനിച്ചു, ക്രിസ്തുവിൻ്റെ അപ്പനും അമ്മയും ആരാണ്, അവൻ്റെ ജന്മസ്ഥലം എവിടെയാണ്, ഇതെല്ലാം ഞാൻ അന്വേഷിച്ചു പോയി. അവിടെയെല്ലാം ഒരു പള്ളി സ്ഥാപിച്ച് അവിടെയെല്ലാം വലിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തു വരണമായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ആരെയും അറിയുന്നില്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ, അവൻ ക്രൂശിക്കപ്പെടുവാൻ ഇടയാക്കിയതായ സാഹചര്യങ്ങളെ അവിടെ മുതലാണ് അറിയുന്നത്. പത്രോസും അങ്ങനെയാണ് അറിഞ്ഞത്. അവിടെയാണ് തുടക്കം. ക്രിസ്തുമസ് എന്ന് പറയുന്നത് നസ്രായനായ യേശു പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതുമായി അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ നസ്രായനായ യേശു. ഈ യേശു നിന്റെ ഭവനത്തിൽ കടന്നു വന്നാൽ നിനക്ക് ക്രിസ്തീയത്വത്തിൽ ബന്ധമുണ്ട്. ഇതിൽ നിന്ന് നസ്രത്തിൽ നിന്ന് ഒരു ഫർലോങ് പുറമോട്ട് പോയി കഴിഞ്ഞാൽ നിനക്കും ക്രിസ്ത്യാനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ യഹൂദ വംശത്തെ തൊട്ടു തീണ്ടി പോലും അറിയാതെ ഇസ്രായേൽ എന്തെന്നോ അവരുടെ വംശം എന്തെന്നോ ഗോത്രം എന്തെന്നോ യാതൊരു അറിവുമില്ലാത്ത നിന്നെ ജാതികളിൽ നിന്നും ജാതീയ പ്രമാണങ്ങളിൽ നിന്നും കൊർന്നല്യോസിനെ പോലെ ഭക്തി കൊണ്ടും ആരാധന കൊണ്ടും ദൈവമെന്നും കേട്ടുകേൾവി കൊണ്ടും ധർമ്മപ്രവൃത്തികൾ കൊണ്ടും ഒക്കെ ദൈവത്തെ അറിഞ്ഞും കേട്ടും പോയിക്കൊണ്ടിരുന്ന നിന്നെ വാസ്തവമായി ദൈവത്തിൻ്റെ ഭാഗത്തേക്ക്, ജീവനുള്ള ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ നിന്റെ ജീവിതത്തിൽ നസറായനായ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ പാർത്ത് അവരോടുകൂടി ഉള്ളവനായിരുന്നു എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ചവൻ, ഒരു തച്ചൻ്റെ മകൻ എന്ന് വിളിക്കപ്പെട്ടതിൽ യാതൊരു വിധമായ അമർഷതയും ഇല്ലാത്തവൻ. തച്ചന്മാരന്ന് ഏറ്റവും കുറഞ്ഞ ജോലി ചെയ്യുക. യേശുവിൻ്റെ അപ്പൻ യോസേഫ് താൻ നിർബന്ധമായി ആ നസ്രേത്ത് നാട്ടിൽ വന്ന് ജീവിക്കുവാൻ വേണ്ടി താൻ ചെയ്ത പണിയാണ് ആശാരിപ്പണി. ദൈവത്തിന് സ്തോത്രം. ആ ജോലി ഏറ്റെടുത്തു.
പൗലോസ് നോക്കുക, തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ധന്യനായ ധനികനായിരുന്ന മനുഷ്യൻ അന്യദേശങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ താൻ കൂടാരപ്പണി ചെയ്ത്. അതിൻ്റെ അർത്ഥം കൂടാരപ്പണി ചെയ്യുന്നവരുടെ കുടുംബത്തിൽപ്പെട്ടവരാണെന്നാണോ? അല്ല, ജീവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഓരോരോ തൊഴിലുകൾ. അങ്ങനെ യേശുവിൻ്റെ അപ്പനും ചില തൊഴിലുകൾ. അവന ആശാരിയുടെ മകനെന്ന് അവൻ വിളിക്കപ്പെട്ടതിൽ യേശു അഭിമാനം കൊണ്ടു. കാരണം ആശാരി എന്നൊരു വിഷയമല്ല, ജാതി എന്നുള്ളതൊരിതല്ല, തൊഴിലെന്നുള്ളതല്ല. ലോകത്തിലൊന്നുമില്ലാത്തവൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യേശു അതിനകത്ത് അഭിമാനം കൊണ്ടു. കാരണം എന്നെയും നിന്നെയും ധന്യരാക്കി മാറ്റുവാൻ. അതുകൊണ്ട് താഴ്ന്ന ഒരു നാമത്തിൽ യേശു സന്തോഷത്തോടെ ആ താഴ്മയൊക്കെയും അനുഭവിച്ചതിനാൽ സകല നാമത്തിനും ഉന്നതമായ ഒരു നാമത്തിന് അവനെ യോഗ്യനാക്കി സ്വർഗമെണ്ണി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ദൈവപുത്രനായി നമ്മുടെ മുൻപിൽ അവതരിക്കപ്പെട്ടതായ യേശു ബത്ലഹേമിനല്ല, മറിയയിൽ കൊടുത്തതായ ആലോചനയും ആ പ്രവചനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു കഥ മാത്രമാണ്, അതൊരു ചരിത്രം മാത്രമാണ്. എന്നാൽ നമ്മുടെ ഭവനത്തിൽ വന്ന യേശു നസ്രായനായ യേശു ആയിരിക്കണം. ആ യേശു നിന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ രോഗത്തിൽ നിന്ന് വിടുതൽ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ, താഴ്ചയിൽ നിന്ന് ഉയർച്ച, കണ്ണുനീരിൽ നിന്ന് വിശ്രാമം, നിന്റെ കഷ്ടതയുടെ നുഖത്തെ ഒടിച്ചു കളയുന്നു, നിന്റെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം, കുരുടന്മാർക്ക് കാഴ്ച, ചെകിടന്മാർക്ക് കേൾവി, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു. സകലരും തിരസ്കരിക്കപ്പെട്ടവരെ സ്വർഗം അംഗീകരിക്കുമ്പോൾ സകലരുടെയും മുൻപിൽ അവരെ മാന്യരായി എണ്ണുന്നു. ഈ സുവിശേഷം നിന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഈ ക്രിസ്തുമസ് ഈ നസ്രായനായ യേശു നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? അതോ ഇന്നും നീ ബത്ലഹേമിൽ ചുറ്റിക്കറങ്ങുന്ന, പുൽക്കൂടുകളെ ഉണ്ടാക്കിക്കൊണ്ട് ചുറ്റിക്കറങ്ങുന്ന ഒരു അന്ധമായ കാഴ്ചപ്പാടുകളാണോ നിനക്കുള്ളത്? എങ്കിൽ നസ്രായനായ യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ, ആ യേശുവിനെ നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വിടുതലിൻ്റെ സുവിശേഷം നിന്നെ സ്വാധീനിക്കുമാറാകട്ടെ. ഈ ദിവസം അങ്ങനെയുള്ളൊരു മഹാഭാഗ്യമുള്ള ഒരു ദിവസമായി നിന്റെ ജീവിതത്തിൽ അവതരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.